നമസ്കാരം. UDF അധികാരത്തിലേക്ക് എത്തുന്നതിനായി നടത്തിയ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFിൻ്റെ നേതാക്കന്മാർ ഇവിടെ ആയിരത്തിൽ കൂടുതൽ ആവർത്തി നമ്മുടെ നാട്ടുകാരോട് ഇരുണ്ട യുഗത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. അതായത് 2016 വരെയുള്ള UDF സർക്കാരിൻ്റെ കാലം, അതായത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന UDF സർക്കാരിൻ്റെ കാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന, അല്ലെങ്കിൽ LDF ഇവിടെ ഒരു വലിയ പ്രചരണം നടത്തിയത്. ഇരുണ്ട യുഗം എന്നാണ് വിളിച്ചിരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ ഭരണം നമുക്ക് ഏറെക്കുറെ 2 മാസം തികയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് കുറച്ചധികം ആശങ്കകളാണ്. എങ്ങനെ ബാക്കി ഇനിയും കടക്കാൻ പോകുന്ന വർഷങ്ങൾ അത്രയും നമ്മൾ തരണം ചെയ്യുമെന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മളുടെ എല്ലാവരുടെയും മുന്നിലേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ പ്രതിഭാസം എന്നുള്ള നിലയിൽ നമ്മുടെ ജെൻസി കുട്ടികൾക്കൊക്കെ ഒരുപക്ഷെ പുതിയ അനുഭവമായി മാറുന്ന ഒന്നാണ് നമ്മുടെ പവർ കട്ട്. അപ്പോൾ ആ പവർ കട്ട് നമ്മുടെ കേരളത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി LDF ചൂണ്ടിക്കാട്ടുന്നത്. അതിന് ഇന്ദിരാ കട്ട് എന്ന് വിളിക്കുന്നു. കഴിഞ്ഞ ദിവസം മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്താനും ഇവിടെ LDFകാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി പിന്നീട് വന്നത് നമുക്കറിയാം, UDF സർക്കാർ അധികാരമേറ്റ് VD സതീശൻ മുഖ്യമന്ത്രിയായി തീരുമാനിച്ച ഉടൻ തന്നെ നമ്മുടെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആൻ്റണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തെ, അതായത് കൂടിക്കാഴ്ചയായിരുന്നു VD സതീശൻ്റെയും AK ആൻ്റണിയും കൂടിക്കാഴ്ചയായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം AK ആൻ്റണി പഴയ രീതിയിൽ കയ്യിൽ 5 പൈസയില്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇനിയും വലിയ ജനപ്രിയ പദ്ധതികളൊന്നും നിങ്ങളാരും പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മളാകെ കടക്കെണിയിലാണ്. ആ കടക്കെണിയിൽ നിന്നുകൊണ്ട് നമ്മളാരും വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട, മുണ്ട് മുറുക്കി ഉടുത്ത് ജീവിക്കാൻ നമ്മൾ ശീലിക്കണമെന്ന് മലയാളികൾക്കിട്ട് കാര്യമായ ഒരു ഉപദേശവും കൊടുത്തപ്പോൾ നമ്മൾ കരുതി ഇതൊക്കെ വെറുതെ പറയുന്നതാവും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് AK ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം AK ആൻ്റണി പറഞ്ഞ് പദം വന്ന് ശീലമായതുകൊണ്ട് ഒരുപക്ഷെ ഇത് ഇപ്പോഴും അത് ആവർത്തിക്കുന്നു എന്ന് മാത്രമാണ് മലയാളി കരുതിയത്. എന്നാൽ മാറ്റമുണ്ട്. കാരണം നമ്മൾ സാമ്പത്തികമായി ഒരുപാട് ഞെരുങ്ങിയും മുണ്ട് മുറുക്കി ഉടുത്തും ജീവിക്കേണ്ടി വരും എന്ന് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ നമ്മളോട് തന്നെ ആവശ്യപ്പെടുകയാണ്. കാരണം പല പദ്ധതികളും, അത് ലാഭകരമല്ലാത്ത പല പദ്ധതികളും നിർത്തിവെക്കുക എന്ന് പറയുന്ന ഒരു ഇരുണ്ട കാലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് VD സതീശൻ എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വലിയ കടക്കണിയിലാണ് കേരളം എന്നായിരുന്നു UDFിൻ്റെ ഏറ്റവും വലിയ പ്രചരണം. ഇവിടെ വലിയ കടക്കണിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത നമുക്ക് കേരളത്തിനുണ്ട്. അപ്പോൾ ഇത് മറികടക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ്, ഇതെല്ലാം ശരിയാണ്. ഈ രീതിയിൽ UDF വലിയൊരു പ്രചരണമാണ്, കേരളം വലിയ കടക്കണിയിലാണ് എന്ന് പറയുമ്പോഴും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ഇവിടെ കേരളം ഇപ്പോൾ കടമെടുപ്പിൻ്റെ പകുതിയിലധികം തുക കടമെടുത്ത് കഴിഞ്ഞു. അത് അനുവദനീയമായ 23,000 കോടി, അതായത് ഈ വരുന്ന ഡിസംബർ വരെ ഈ സാമ്പത്തിക വർഷത്തിൽ UDF സർക്കാരിന്, അല്ലെങ്കിൽ ഒരു സർക്കാരിന് കടമെടുക്കാനുള്ള കടമെടുപ്പ് പരിധി 23,000 കോടി രൂപയാണെങ്കിൽ നമ്മുടെ സർക്കാർ, VD സതീശൻ സർക്കാർ, ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഏകദേശം 10,400 കോടി രൂപ ഇതിനകം തന്നെ കടമെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. അതായത് പകുതിയിലധികം തന്നെ ഇപ്പോൾ 1 മാസത്തിന് മുമ്പ് കടമെടുത്തു. ഇനിയും നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് ഏകദേശം ഒരു 7 മാസം. അപ്പോൾ ഈ 7 മാസം കൊണ്ട് നമ്മളിനി എത്ര രൂപ കടമെടുക്കും? 2 മാസം കൊണ്ട് 10,000 ആണെന്നുണ്ടെങ്കിൽ ഈ 23,000 തീരാൻ ഇനി അധിക സമയം വേണ്ട, അധിക കാലം വേണ്ട എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ 10,400 കോടി രൂപ കടമെടുത്തുകൊണ്ട് കേരളത്തിൽ എന്തെന്ത് വികസന നടപടികൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള, നമുക്ക് അറിയാവുന്ന പോലെ KSRTCക്ക് കൊടുത്തത്, പദ്ധതിക്ക് അനുസരിച്ച് കൊടുത്തത് വെറും 600 കോടി രൂപയാണ്. എന്നാൽ പ്രതിമാസം 900 കോടിയാണ് KSRTCക്ക് ചിലവായി വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരൊറ്റ പ്രോജക്റ്റിന് മാത്രം, പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് മാത്രമായി. അപ്പം സ്വാഭാവികമായി ഇനിയിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി തീരുമാനിച്ചിരുന്ന പോലെ ലാഭകരമല്ലാത്ത പദ്ധതികളെല്ലാം അടച്ചുപൂട്ടുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേ പാതയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന നമ്മൾ 23,000 കോടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ അതോടൊപ്പം നമ്മൾ നോക്കിയോ, ഈ പറയുന്ന പോലെ എങ്ങനെയൊക്കെയാണ് അപ്പം ചിലവ് കൂട്ടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രീതി, എങ്ങനെയൊക്കെ ചിലവ് കൂട്ടാതിരിക്കാം?
അതായത് ഇപ്പോൾ ഏത് പദ്ധതിയാണെങ്കിലും ഓരോ പുതിയ ബഡ്ജറ്റ് വരും. അപ്പോൾ ഈ പുതുക്കിയ ബഡ്ജറ്റ് വരുമ്പോൾ നിലവിൽ എത്രയാണോ ആ പദ്ധതിക്ക് വേണ്ടി ബഡ്ജറ്റിൽ നീക്കി വെച്ചിരുന്ന തുക, ആ തുകയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു വലിയ പ്രോജക്റ്റ്, അതിനൊരു 100 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നതെങ്കിൽ അതിൽ കൂടാൻ പാടില്ല. അതിനുള്ളിൽ നിർത്തിക്കൊണ്ടായിരിക്കണം പുതുക്കിയ ബഡ്ജറ്റ് വരേണ്ടത്. ഇപ്പം നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അടുത്ത ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ അത് അടുത്ത ബഡ്ജറ്റ് വരുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും കൊടുത്ത ഒരു സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ ഒരു 100 കോടിയുടെ ഒരു പ്രോജക്റ്റാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് 100 കോടി എന്നതിനപ്പുറത്തേക്ക് 100 കോടി 1 രൂപ എന്ന് പറയുന്ന കണക്കിലേക്ക് പോലും എത്താൻ പാടില്ല എന്നുള്ളതാണ് അവർക്ക് നൽകിയിരിക്കുന്ന കർശനമായ നിർദ്ദേശം. പിന്നെ അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും ചില കാര്യങ്ങൾ മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ മാറ്റിവെക്കുക, അറ്റകുറ്റപ്പണികളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക. പിന്നെ ഇനിയിപ്പോൾ ഓരോ ഇതിലും അധികം തൊഴിലാളികൾ വരുമല്ലോ. അപ്പോൾ അധികപ്പറ്റ തൊഴിലാളികൾ വരും, അതായത് ഇവരുടെ ഒരു ബഡ്ജറ്റിന് പുറത്തേക്ക് പോകുന്ന ഇപ്പം നിലവിൽ സർവീസിലിരിക്കുന്ന തൊഴിലാളികൾ. അപ്പം അത്തരം തൊഴിലാളികളെ തൽക്കാലം പിരിച്ചുവിടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. അപ്പോൾ ആ മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും ഈ അധികം വരുന്ന തൊഴിലാളികളെ എന്ന് ചോദിച്ചാൽ, തൽക്കാലം നമ്മുടെ കുട്ടികളൊക്കെ PSC തൽക്കാലം കുറച്ച് നാളത്തേക്ക് വേണ്ട എന്ന് വെക്കുക. കാരണം ഇപ്പോൾ ഈ പറയുന്ന അധികം വരുന്ന തൊഴിലാളികളെ പിരിച്ചുവിടാതെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക്, അതായത് ഒഴിവ് വരുന്നിടങ്ങളിലേക്ക് അവരെ നിയമിക്കുക എന്നുള്ളതാണ്. തസ്തിക മാറ്റമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നിലവിൽ PSC ടെസ്റ്റുകൾ അല്ലെങ്കിൽ നിയമനങ്ങളൊക്കെ തൽക്കാലത്തേക്ക് പുതിയ നിയമനങ്ങൾ റദ്ദ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റിനാണ് ഒരു നമ്മുടെ സംസ്ഥാന സർക്കാർ തുനിയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ അദ്ദേഹം പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് എന്തെന്ത് മോഹന വാഗ്ദാനങ്ങളായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് തന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ പിന്നെ എല്ലാ ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകളും വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആയിരിക്കണം നടപ്പിലാക്കേണ്ടത് എന്നാണ് എല്ലാ വകുപ്പുകളോടും പറഞ്ഞിട്ടുള്ളത്. നികുതിയിതര കുടിശ്ശിക, അപ്പോൾ അതിനുള്ള കാരണം, പിരിച്ചെടുക്കാനെടുത്ത നടപടികൾ എന്നിവയെല്ലാം അടുത്ത ബഡ്ജറ്റിന് മുമ്പായിട്ട് അറിയിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതോടൊപ്പം എല്ലാ വകുപ്പ് മേധാവികളും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ വകുപ്പിലുള്ള താൽക്കാലിക ജീവനക്കാരെ സംബന്ധിച്ച് അവരെ നിലനിർത്തണമോ എന്നുള്ള കാര്യം വകുപ്പ് മേധാവി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഇനി അഥവാ അവരെ നിലനിർത്താൻ കഴിയാത്ത സാഹചര്യം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവരെ ഒഴിവാക്കി വിടുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഇവരുടെ താൽക്കാലിക ജീവനക്കാർ, നിലവിലുള്ള ജീവനക്കാർ, UGC സ്കെയിലിൽ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ, അപ്പോൾ ഇവരുടെ എല്ലാം പട്ടിക ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾക്ക് തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമില്ല, പണമില്ല, ഇവിടെ ആകപ്പാടെ പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നടത്താൻ പോകുന്ന പുതിയ ഭരണപരിഷ്കാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എത്ര സ്കൂളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടിയത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ജില്ലകളിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഷോർട്ടേജ് വന്നതോടുകൂടി അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ പോലും ചെറിയ മാറ്റം പോലും വരുത്താതെ അധികം വരുന്ന അധ്യാപകരെ പിരിച്ചുവിടുന്ന, അവർക്ക് അതായത് ഇപ്പം അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവർ സമരത്തിലേക്കൊക്കെ പോകുന്ന ഒരു പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് ജോലിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കോറോ ഹെൽത്തിലൊക്കെ സംഭവിച്ച പോലെ നമ്മുടെ അധ്യാപന മേഖലയിലും അത് സംഭവിക്കാൻ പോവുകയാണ്. അവർ വരുമ്പോൾ കുട്ടികളില്ല, ശരി തന്നെ, പക്ഷേ അധ്യാപകർ എത്തുമ്പോൾ അവർക്കും ജോലിയില്ല. അവരും ഈ പറയുന്ന പോലെ കാശ് മുടക്കിയിരുന്ന് പഠിച്ച്, സമയം മുടക്കിയിരുന്ന് പഠിച്ച് ജോലി നേടിയെടുത്തവരാണ്. അപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഇനി വളരെ പ്രതീക്ഷിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം അവിടെ നിന്ന് ലാഭമില്ല. ഇപ്പോൾ ഉച്ചക്കഞ്ഞി അല്ലെങ്കിൽ ഉച്ചഭക്ഷണ വിതരണം പോലും ഏത് രീതിയിൽ നടത്തണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ്. ഉച്ചഭക്ഷണ വിതരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? കാര്യം തനത് ഫണ്ട് ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഫണ്ട് കണ്ടെത്തണം. അംഗനവാടിയിൽ കുട്ടികൾക്ക് പോഷകസമൃദ്ധമായ ആഹാരം ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടേക്ക് പാല്, മുട്ട അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലും ഇപ്പോൾ സത്യത്തിൽ സർക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ AK ആൻ്റണി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാകാൻ പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മുണ്ട് മുറുക്കിയെടുത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം വന്നു. ജനോപകാരപ്രദമായ ജനപ്രിയ പദ്ധതികളൊന്നും തൽക്കാലം നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാർക്കോ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളാണെങ്കിൽ മാത്രമേ ഇനി സംസ്ഥാനത്ത് കാശ് നോക്കാതെ നടപ്പിലാക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു ദുഃഖകരമായ സത്യവും നമ്മൾ മലയാളികൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം LDF അന്നേ പറഞ്ഞതാണ്, നമ്മൾ പോകുകയാണ് ആ കഴിഞ്ഞുപോയ ഇരുണ്ട കാലത്തിലേക്ക് എന്ന്.